കോട്ടയം മെഡിക്കൽ കോളേജിന് ജോർജ് ജോസഫ് പൊടിപ്പാറ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് എന്ന് പുനർനാമകരണം ചെയ്യണമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ചെയർമാൻ സജി മഞ്ഞക്കടമ്പൻ ആവശ്യപ്പെട്ടു. ഏറ്റുമാനൂർ നിയോജക മണ്ഡലം കമ്മിറ്റി രൂപീകരണ ആലോചന യോഗത്തിന് ശേഷം ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായത് ജോർജ് ജോസഫ് പൊടിപാറയുടെ ശ്രമം കൊണ്ട് മാത്രമാണ്. ലക്ഷങ്ങൾക്ക് ആശ്രയമായ ആതുരാലയം സ്ഥാപിക്കുവാൻ മുൻകൈയെടുത്ത അദ്ദേഹത്തെ തമസ്കരിക്കുവാനാണ് ഇടത് വലതു മുന്നണികൾ ശ്രമിക്കുന്നത്. ചിലർ അദ്ദേഹത്തിന്റെ പേരിൽ അനുസ്മരണ ചടങ്ങുകൾ നടത്തുകയല്ലാതെ അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്മാരകം വേണമെന്ന ആവശ്യം ഉന്നയിക്കാത്തത് ആശ്ചര്യജനകമാണ്. പാലായിൽ താലൂക്ക് ആശുപത്രിക്ക് KM മാണി സാറിന്റെ പേര് നൽകിയത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജോർജ് ജോസഫ് പൊടിപാറയുടെ പേര് കോട്ടയം മെഡിക്കൽ കോളേജിന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള സർക്കാരിന് നിവേദനം നൽകുമെന്ന് സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞു. കോട്ടയം ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം നിയോജകമണ്ഡല കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റുമാനൂർ നിയോജകമണ്ഡല കമ്മിറ്റി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആലോചന യോഗമാണ് ഇന്നിവിടെ ചേർന്നിരിക്കുന്നത്. 11-ാം തീയതി 11 മണിക്ക് ഏറ്റുമാനൂർ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് നടത്തപ്പെടുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി ഈ ചുരുങ്ങിയ കാലമായി ഞങ്ങളുടെ പാർട്ടി രൂപം കൊണ്ടിട്ട് എങ്കിലും സംസ്ഥാനത്ത് 14 ജില്ലകളിലും കമ്മിറ്റികളായി. കോട്ടയം ജില്ലയിലെ എല്ലാ നിയോജകമണ്ഡലങ്ങളും കമ്മിറ്റികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റുമാനൂരിൽ ഏറ്റവും ശക്തമായ കമ്മിറ്റി ഉണ്ടാവും. ഈ അവസരത്തിൽ ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഉന്നയിക്കാൻ പോകുന്നത് ബഹുമാനായ മുൻ MLA ജോർജ് ജോസഫ് പൊടിപാറ അദ്ദേഹം ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിന് വേണ്ടി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ സംഭാവന ചെയ്തത്. ഏറ്റവും പ്രധാനമായി അദ്ദേഹത്തിൻ്റെ ശ്രമകരമായി മാത്രമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിൽ സ്ഥാപിതമായത്. അദ്ദേഹം അതിനുവേണ്ടി ഈ ഒട്ടേറെ സ്ഥലം വിട്ടു നൽകി വളരെയേറെ കഠിനമായി പ്രവർത്തിച്ചു. അപ്പോൾ അദ്ദേഹത്തെ അനുസ്മരണ സമ്മേളനമൊക്കെ എല്ലാവരും നടത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് യഥാർത്ഥത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിന് നൽകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനമായ ആവശ്യം. ജോർജ് ജോസഫ് പൊടിപാറ മെമ്മോറിയൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നാക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാവണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. അത് ഞങ്ങളതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കും ഒക്കെ നിവേദനം ഞങ്ങൾ നൽകും. ഏറ്റവും ന്യായമായ ഒരു ആവശ്യമാണ്. അവിടെ നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥയൊക്കെ ശോചനീയമാണ്. അവിടെ ചികിത്സയ്ക്ക് വരുന്ന രോഗികൾക്ക് അവിടെ മരുന്നില്ലാത്തതുകൊണ്ട് ചികിത്സ നിഷേധിക്കപ്പെടുന്നു. പല രോഗികൾക്കും അസുഖങ്ങൾക്കെല്ലാം മരുന്ന് പുറത്തേക്ക് അല്ലെങ്കിൽ എഴുതി കൊടുക്കുന്നു. അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെൻറ് ശ്രദ്ധ ചെലുത്തണം. കോട്ടയം മെഡിക്കൽ കോളേജിലെ സൗജന്യമായി മരുന്ന് കൊടുക്കുവാനുള്ള ക്രമീകരണം കൂടി ചെയ്യണമെന്നും ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു. വളരെ അടിയന്തരമായി ജോർജ് ജോസഫ് പൊടിപാറയുടെ പേര് ആ മെഡിക്കൽ കോളേജിന് നാമകരണം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് ആവശ്യത്തിനുള്ള മരുന്ന് ആശുപത്രിയിൽ നിന്നും ലഭ്യമാകുന്നില്ലെന്നും ചികിത്സയ്ക്കെത്തുന്ന മുഴുവൻ പേർക്കും സൗജന്യമായി മരുന്ന് ലഭ്യമാക്കുവാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാർട്ടിയെ NDAയിൽ ഉൾപ്പെടുത്തിയതിന് അതിയായ സന്തോഷമുണ്ടെന്നും NDA മുന്നണിയെ ശക്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളുമായി പാർട്ടി മുന്നോട്ട് നീങ്ങുകയാണ്. തെക്കൻ പ്രദേശങ്ങളിലെ ജില്ലാ കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു. വടക്കൻ മേഖലയിലുള്ള ജില്ലകളിലെ കമ്മിറ്റികൾ ഉടൻ രൂപീകരിക്കും. പോഷക സംഘടനകളുടെയും നിയോജകമണ്ഡലം കമ്മിറ്റികളുടെയും തിരഞ്ഞെടുപ്പിന് ശേഷം സെപ്റ്റംബർ മാസം കോട്ടയത്ത് വിപുലമായ പ്രവർത്തന സമ്മേളനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നം, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ബാലുജി വെള്ളിക്കര, കർഷക യൂണിയൻ കോർഡിനേറ്റർ ജോയി C കാപ്പൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ലൗജിൻ മാളിയേക്കൽ, ജില്ലാ സെക്രട്ടറിമാരായ ഷാജി തെള്ളകം, സന്തോഷ് വള്ളോങ്കുഴി, G ജഗദീഷ് സ്വാമി ആശാൻ, ജില്ലാ കമ്മിറ്റി അംഗം PK സുരേഷ്, നിയോജകമണ്ഡലം കൺവീനർമാരായ ബിജു കണിയമല, വൈശാഖ് സുരേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. I4U ന്യൂസ്, ഏറ്റുമാനൂർ.